ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ ഫ്യൂവലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് സൈഡിൽ നിന്നും ഒരു അറിയിപ്പ്, ഒരു അഡ്വൈസറി നോട്ട് വന്നതിനെ തുടർന്ന് 6% ഇന്ത്യക്കുള്ളിൽ ഫ്യൂവൽ കച്ചവടം വർദ്ധിച്ചിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. സ്വർണ്ണ കച്ചവടത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ എണ്ണ കച്ചവടത്തിൽ വൻ കുതിച്ചുചാട്ടം. സാധാരണ വിൽക്കുന്നതിൽ നിന്നും 6% അധികം വിറ്റുപോയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എണ്ണ ഇനി ഒരുപക്ഷെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു പാനിക് പർച്ചേസിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ പാനിക് പർച്ചേസിങ് വേണ്ട എന്നുള്ള രീതിയിൽ ഹർദീപ് സിംഗ് പുരി പെട്രോളിയം മിനിസ്റ്റർ പറയുന്നുണ്ട്. 60 ദിവസത്തേക്കൊക്കെ സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ജനങ്ങളുടെ ഇടയിൽ ആ ഒരു പാനിക് മൊമെൻറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് മാർക്കറ്റിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തത്. ഇനി 15-ാം തീയതി മുതൽ ഇന്ത്യക്കുള്ളിൽ ഫ്യൂവൽ വില ഉയരാനുള്ള സാധ്യതയുണ്ട്. മിനിമം ഒരു 10 രൂപയെങ്കിലും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. എനിവേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. കാരണം എണ്ണ കമ്പനികളും ഇപ്പം നഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മേളിൽ അവർ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എൻഡ് ബെനിഫിഷ്യറി എന്നുള്ള നിലയിൽ കസ്റ്റമറിൻ്റെ മണ്ടയ്ക്ക് തന്നെ വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഈ എണ്ണ വില കുറയുമ്പോൾ ഇവർ ഇതേപോലെ 10 രൂപ കുറയ്ക്കുമോ അല്ലെങ്കിൽ 2 രൂപ 3 രൂപ കുറച്ചിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുമോ എന്നുള്ളത് നമുക്കറിയില്ല. എപ്പോഴും എണ്ണ വില ഒരിക്കൽ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് കുറയ്ക്കുമ്പോൾ തുച്ഛമായ പൈസകളായിരിക്കും കുറയ്ക്കുന്നത്. അപ്പം അങ്ങനെ ഒരു നെക്സ്റ്റ് ലെവൽ വിലവർദ്ധനവ് നടക്കാൻ സാധ്യതയുണ്ട്. മെയ് 15 അവർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഗോൾഡ് പർച്ചേസ് ഇതുവരെ ഈ വർഷത്തിൽ $71.98 ബില്യൺ കച്ചവടമാണ് ഈ വർഷം നടന്നിരിക്കുന്നത് ഇതുവരെ. ഇത് ഏതാണ്ട് ഓൾ ടൈം ഹൈ ആണ്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് +24% അധികമാണ് ഗോൾഡ് ഇമ്പോർട്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 2025 58 ബില്യൻ്റെ സ്വർണം ആണ് ഇറക്കുമതി ചെയ്തിരുന്നത്. അത് 2024 നോക്കിക്കഴിഞ്ഞാൽ 45.8 ബില്യൺ ആണ്. അതേസമയം 2023 ഏതാണ്ട് 35 ബില്യൺ ആണ്. അപ്പോൾ ഇതാണ് സ്വർണത്തിൻ്റെ ഇറക്കുമതിയിലുണ്ടായ ഒരു കുതിച്ചുചാട്ടം. ആ കുതിച്ചുചാട്ടം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. 140 കോടി ജനങ്ങൾക്കും ഈ ഉപദേശം നൽകിയിരിക്കുന്നത്. ഇത് എത്രമാത്രം പ്രാക്ടിക്കലായിട്ട് പാലിക്കപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. കാരണം ഇനി വരാൻ പോകുന്നതെല്ലാം വെഡ്ഡിങ് സീസൺസ് ആണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റ് വെഡ്ഡിങ് സീസൺ അതേപോലെ ടൂറിസം വെഡ്ഡിങ് സീസണും അതേപോലെ ഡിസംബർ ജനുവരി വെഡ്ഡിങ് സീസൺ, അതായത് ഇനി ജൂൺ ജൂലൈ ഒക്കെ ആയിക്കഴിഞ്ഞാൽ വെഡ്ഡിങ് സീസണാണ്. അതിനോടനുബന്ധിച്ച് അങ്ങ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം തന്നെ ടൂറിസ്റ്റ് സീസണാണ്. ശരിക്കും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് പോലെ ജനങ്ങൾ ഇത് ഫോളോ ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഗവൺമെൻറ്റിന് ഈ വിഷയത്തിൽ ഉപദേശിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ റൂൾസ് ആൻഡ് റെഗുലേഷനോ അല്ലെങ്കിൽ ഇതിനെതിരെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല. പ്രധാനമന്ത്രിയുടെ സ്വർണത്തിനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ തുടർന്ന് കല്യാൺ ജ്വൽസ് അവരുടെ സ്റ്റോക്ക് ഇന്നലെ ഏതാണ്ട് 9.27% വീഴ്ച നേരിട്ടിട്ടുണ്ട്. ടൈറ്റൻ 6.73% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. PNG ജ്വല്ലേഴ്സ് 9% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള ജ്വല്ലറികളെല്ലാം തന്നെ ഇതേപോലെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും പ്രൈം മിനിസ്റ്റർ മോദിയുടെ പ്രഖ്യാപനത്തിനെ തുടർന്നാണ് ഈ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർക്കറ്റിൽ. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇൻകമിൽ വലിയ രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തും. അത് ശരിക്കും GDP ബാധിക്കും. അതുപോലെ തന്നെ ഇവിടെ GDPയിൽ ഏതെങ്കിലും തരത്തിലുള്ള പെർസെൻറ്റേജ് വൈസ് കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഇന്ത്യക്ക് മാത്രം നടക്കുന്ന സംഭവങ്ങളല്ല, ഇത് ആഗോളതലത്തിൽ ഗ്ലോബലി നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിന് പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റ്, അതിന് പ്രധാനമായിട്ട് റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ്, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്, ഇതാണ് മെയിനായിട്ട് പറയപ്പെടുന്നത്. പലരും അമേരിക്കൻ റെമിറ്റൻസിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ റെമിറ്റൻസ് അല്ല ഇവിടെ ഇപ്പോൾ പ്രശ്നം. അമേരിക്കൻ റെമിറ്റൻസ് അമേരിക്കയിൽ ജോലി ചെയ്യുന്നവർ എല്ലാ കാലവും അയക്കുന്ന പോലെയുള്ള ആ ഒരു വോളിയൂമിൽ അമേരിക്കൻ റെമിറ്റൻസ് ഇന്ത്യക്കുള്ളിൽ വന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ റെമിറ്റൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഗൾഫ് മേഖലയിൽ നിന്നാണ്. ഗൾഫ് മേഖലയിൽ നിന്നും ഇന്ത്യക്ക് വന്നുകൊണ്ടിരിക്കുന്ന റെമിറ്റൻസിൽ നല്ല രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. പലരുടെയും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല കമ്പനികളും നാട്ടിലേക്ക് നിർബന്ധിത ലീവിൽ അയച്ചു വെച്ചിട്ടുണ്ട് എംപ്ലോയീസിനെ. ഇനി വന്ന് വീണ്ടും അവരുടെ എംപ്ലോയ്മെൻറ്റിൽ ജോയിൻ ചെയ്ത് പിന്നീട് ഒരു 1 മന്ത് പണിയെടുത്ത് അതിനുശേഷം വേണം ഈ ശമ്പളമൊക്കെ റിസീവ് ചെയ്ത് പിന്നീട് നാട്ടിലേക്കൊക്കെ അയക്കുന്ന റെമിറ്റൻസ് ഗ്രോത്ത് ഒക്കെ നേടാൻ.
അപ്പം അവിടെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. തികച്ചും ഗൾഫ് മേഖലയാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നത്തിന് കാരണം. അല്ലാതെ ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഇത്. ആഗോളതലത്തിൽ ഈ വിഷയത്തിൻ്റെ ആഘാതം ആഗോളതലത്തിൽ ഈ വിഷയത്തിൻ്റെ സീരിയസ്നെസ് വളരെ വലുതാണ്. ഇന്ത്യയെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പോപ്പുലേഷനാണ് ഈ ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. കമ്പാരിറ്റീവ്ലി മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഗൾഫ് മേഖലയിൽ മാത്രം പണിയെടുക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഏതാണ്ട് 1 കോടിക്ക് മുകളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് കരുതലോട് ചില ഇൻഫർമേഷൻസ് പൊതുജനങ്ങളിലേക്ക് പാസ് ചെയ്തത്. ഈ പൊതുജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കാൻ ഗവൺമെൻറ് എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ, അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒരു ഗവൺമെൻറ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്കത് ബാക്ക് ഫയർ ചെയ്യുമെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇത് പറഞ്ഞേ പറ്റൂ എന്നുള്ള സാഹചര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയുടെ കയ്യിൽ 60 ദിവസത്തേക്ക് വേണ്ട എനർജി റിസർവ്ഡ് ആണെന്ന് വെച്ചോളൂ. ഇപ്പം നമ്മൾ എങ്ങനെയായിരിക്കും നമ്മളത് കൺസ്യൂം ചെയ്യാൻ പോകുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മളുടെ വീടിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന ടാങ്കിൽ 1000 ലിറ്റർ വെള്ളമാണ് അതിൻ്റെ കപ്പാസിറ്റി. 1000 ലിറ്റർ വെള്ളം സ്റ്റോറേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ആ ടാങ്കിനുള്ളതെന്ന് വെച്ചോളൂ. ജസ്റ്റ് അസ്യൂം ചെയ്ത് നോക്ക്. നമ്മൾ താഴത്തെ സ്റ്റോറേജ് ടാങ്കിൽ നമുക്ക് പഞ്ചായത്ത് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നു. താഴത്തെ സ്റ്റോറേജ് ടാങ്കിൽ നമ്മളത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് പഞ്ചായത്ത് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 ദിവസമായിട്ട് ഈ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന ടാങ്കിലെ വെള്ളമാണ് മേളിലേക്ക് അടിച്ചടിച്ച് കയറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെയിലി രാവിലെ നമ്മൾ മോട്ടർ ഇടുന്നു, 1000 ലിറ്റർ ഫില്ല് ചെയ്യുന്നു, അത് ഉപയോഗിച്ച് തീർക്കുന്നു. പിന്നീട് നെക്സ്റ്റ് ഡേ നമ്മൾ മോട്ടർ ഇടുന്നു, വീണ്ടും 1000 ലിറ്റർ കയറ്റുന്നു, ഉപയോഗിച്ച് തീർക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉപയോഗിച്ച് തീർക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ പെട്രോൾ പമ്പിലും ഫ്യൂവൽ കിട്ടുന്നുണ്ടല്ലോ. ഞാൻ വെള്ളവുമായിട്ട് താരതമ്യം ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 5-6 ദിവസം പഞ്ചായത്തിൽ നിന്ന് വെള്ളം വീട്ടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ടാങ്കിലേക്ക്, സ്റ്റോറേജ് ടാങ്കിലേക്ക് എത്തുന്നില്ല. എന്തായിരിക്കും സംഭവം ഒരു 8-10 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം അങ്ങ് തീരും അല്ലേ? ഇതാണ് സംഭവം. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മളുടെ സ്റ്റോറേജ് ക്രൂഡ് ഓയിലാണ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഷോർട്ടേജ് ഒക്കെ നികത്തി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ക്രൂഡ് എത്തുന്നുണ്ട്. അതും നമ്മൾ റിഫൈൻ ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് പോലെ ആ ഒരു ഇൻഫ്ലോ ഇല്ല. അതാണ് ഗവൺമെന്റിനെ ഇങ്ങനെ പൊതുജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ചത്. മനസ്സിലായി? അപ്പോൾ അതായത് ഒരു 30 ദിവസത്തേക്കുള്ള സ്റ്റോക്കേ ഉള്ളൂ ഗവൺമെന്റിന്റെ കയ്യിൽ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ 30 ദിവസത്തേക്കുള്ള സ്റ്റോക്ക്, അത് 30 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇന്ത്യക്കുള്ളിൽ ഈ അവസ്ഥ ഇതേപോലെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ടേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഷോർട്ടേജ് വരുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് ജനങ്ങളിലേക്ക് ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. 1000 ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനിൽ നിന്നും നമുക്ക് വെള്ളം എത്തിയിട്ടില്ല. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വെള്ളത്തിൻ്റെ ടാങ്ക് എംറ്റി ആയി കിടക്കുകയാണ്, ഉണങ്ങി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര കെയർഫുൾ ആയിട്ടായിരിക്കും ഈ 1000 ലിറ്റർ വെള്ളം ഉപയോഗിക്കാൻ പോകുന്നത്? നമ്മൾ കുളി ലിമിറ്റ് ചെയ്യും, നമ്മളുടെ പാത്രം കഴുകൽ നമ്മൾ ലിമിറ്റ് ചെയ്യും. വെള്ളം അത്ര അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ജസ്റ്റ് പൈപ്പ് തുറക്കും, വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ തുറക്കും. പണ്ടത്തെ പോലെ വളരെ ഫ്രീ ആയിട്ട് തുറന്ന് പാത്രം കഴുകില്ല. നമ്മൾ വളരെ കുറച്ച് തുറന്നിട്ട് ചെറുതായിട്ട് വെള്ളം വീഴ്ത്തി നമ്മൾ കഴുകും അല്ലേ? ആ സിറ്റുവേഷനാണ് ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടത്. ശരിക്കും ഗവൺമെൻറ് ഉദ്ദേശിച്ചത് അതാണ്. നിങ്ങൾ ഫ്യൂവൽ, നിങ്ങളുടെ വെജിറ്റബിൾ ഓയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫെർട്ടിലൈസേഴ്സ്, ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങൾ കരുതലോടുകൂടി മുന്നോട്ട് നീങ്ങണം എന്നുള്ളൊരു ഉപദേശം കൊടുത്തത്. ഇതിൻ്റെ മറ്റൊരു വശമാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ എക്കോണമിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്ന ഒരു ക്രൈസിസ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഇതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റാഗ്ഫ്ലേഷൻ എന്നാണ്. സ്റ്റാഗ്ഫ്ലേഷൻ, അതായത് ഇൻഫ്ലേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടെർമിനോളജി ഉണ്ട്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കും ഇന്ത്യയുടെ ഗ്രോത്ത് 6% മുകളിൽ തുടരാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇത് അതിൽ തന്നെ നിൽക്കുകയാണ്, അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? സർക്കംസ്റ്റാൻസസ് ശരിയല്ല, ചുറ്റാകെയുള്ള അന്തരീക്ഷം ശരിയല്ല. അതായത് ഇന്ത്യയുടെ ഗ്രോത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ റഷ്യ-ഉക്രൈൻ യുദ്ധം വരുന്നത്. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ ഭരണം മാറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭരണം സ്വിച്ച് ആയ ഉടനെ തന്നെ ഡൊണാൾഡ് ട്രംപ് റഷ്യൻ ഓയിൽ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് സാങ്ഷൻ ഇടുകയാണ്. അപ്പോൾ അങ്ങനെ സ്റ്റിൽ ഇന്ത്യ ഡൊമസ്റ്റിക് റവന്യൂ ഒക്കെ വളരെ വൈബ്രൻ്റ് ആയിട്ട് തന്നെ ലോണൊക്കെ കൊടുത്ത് പൊതുജനങ്ങളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ച് അതെല്ലാം നല്ല രീതിയിൽ തന്നെ ബൂസ്റ്റ് ചെയ്യിപ്പിച്ച് കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ ഗ്രോത്ത് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത യുദ്ധം മിഡിൽ ഈസ്റ്റിൽ സ്റ്റാർട്ട് ആവുകയാണ്. മിഡിൽ ഈസ്റ്റ് യുദ്ധം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഇന്ത്യയുടെ വളർച്ചയിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ ഒരു 7.1, 7.2, അതേപോലെ തന്നെ ഒരു 6.5 to 7.23 ആ റേഞ്ചിലാണ് ഇന്ത്യയുടെ ഗ്രോത്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഗ്രോത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്
അതിനേക്കാളും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അവിടെ ശരിക്കും സ്ട്രക്കായി നിൽക്കുകയാണ്. ഗ്രോത്ത് ഉണ്ട്, പക്ഷേ എന്താണോ ഇതിന് മുമ്പുള്ള ഗ്രോത്ത് അതേ ഗ്രോത്ത് തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ഇവിടെ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ജോലിയുണ്ട്, ചിലപ്പോൾ സ്വിച്ച് ചെയ്ത് ജോലികൾ വരുമായിരിക്കും, പക്ഷേ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാസീവായിട്ടുള്ള, അതായത് മാസ് നമ്പേഴ്സ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആയിട്ടില്ല. അതാണ് ഒരു കാര്യം. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഗ്രോത്ത് ഇംപ്രൂവ് ആകുന്നില്ല. ഇതിനെയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻഫ്ലേഷൻ വന്നിട്ടില്ല, പക്ഷേ സ്റ്റാഗ്ഫ്ലേഷനിൽ തുടരുകയാണ്. ഈ സ്റ്റാഗ്ഫ്ലേഷനെയാണ് പൊതുവിൽ ഒരു ക്രൈസിസ് എന്ന് വിലയിരുത്തുന്നത്. ഈ സ്റ്റാഗ്ഫ്ലേഷൻ തുടരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ നിലവിൽ ആ ഒരു സെയിം ലെവൽ ഓഫ് ഗ്രോത്ത് പ്രതീക്ഷിച്ചാൽ മതി. ഗ്ലോബൽ അന്തരീക്ഷം കുറച്ചുകൂടെ മോശമാകുന്നുവെങ്കിൽ, മിഡിൽ ഈസ്റ്റ് യുദ്ധം, ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഒക്കെ വളരെ നീണ്ട കാലത്തേക്ക് ഇനി ഇങ്ങനെ അടച്ചിടുന്നുവെങ്കിൽ നമ്മൾ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളുമായിട്ടും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വിധേനയും ഇന്ത്യയിലേക്ക് എനർജി എത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യൻ ഗവൺമെൻറ്. അപ്പോൾ ഷോർട്ടേജ് ഇല്ലാതെ എണ്ണ എത്തിക്കുമെന്നുള്ളൊരു ഉറപ്പാണ് ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത്. എനിവേ, ഷോർട്ടേജ് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിലെ യുദ്ധം വീണ്ടും കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ അത് ഇന്ത്യയും ദോഷകരമായ രീതിയിൽ ബാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഫ്യൂവൽ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കുന്ന ബൈക്കും കാറും മാത്രമല്ല, ഏവിയേഷൻ മേഖല വലിയൊരു മേഖലയാണ്. ആ മേഖലയ്ക്ക് വൻ തിരിച്ചടി നേരിടേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഡിഫൻസ് മേഖല, മിലിറ്ററി, ആർമിയിലൊക്കെ എത്ര വണ്ടികൾ ഓടുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമുക്ക്? അപ്പം അത്തരത്തിലുള്ള മെയിൻ കീ ഏരിയകളൊക്കെ അഫക്റ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല മേഖലകളുണ്ട്, അനുബന്ധ മേഖലകൾ, പെയിൻറ് ഉൾപ്പെടെയുള്ള ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ പല മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ FMCG, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ വൻ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെല്ലാവരും IMEC കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, IMEC. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതവണ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഈ വിഷയത്തിനെ നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് IMEC അല്ല, EMEC, ഈസ്റ്റ് മെഡ് ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ. ഇത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഇതിനു മുമ്പ് കേട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ശരിക്കും ട്രംപ് ചൈനയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ചൈനയിലേക്ക് വെറുതെ പോയതല്ല കേട്ടോ, ചൈനയിലേക്ക് വൻ സന്നാഹമായിട്ടാണ് പോയിരിക്കുന്നത് ട്രംപ്. ഇലോൺ മസ്ക് ഉൾപ്പെടെ പല പ്രമുഖരുണ്ട് ട്രംപിൻ്റെ ഒപ്പം. അവരെല്ലാവരും കൂടി, അതായത് NVIDIA ഉൾപ്പെടെയുള്ള കമ്പനിയുടെ പല IT കമ്പനികളുടെ ആൾക്കാരുമായിട്ടാണ് ട്രംപ് ചൈനയിൽ കാലുകുത്തിയിരിക്കുന്നത്. ചൈനയുടെ ഷീ ജിൻപിങ്ങിനെ ഒന്ന് ഞെട്ടിപ്പിച്ച് പുള്ളിയെ വശത്താക്കാൻ വേണ്ടിയിട്ടുള്ള സകല അടവുകളുമായിട്ടാണ് ട്രംപ് പോയിരിക്കുന്നത്. അപ്പം ഇത് ഇത്രമാത്രം ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് എഗ്രിമെൻറ്റുകളിലേക്ക് പല MOUസും സൈൻ ചെയ്ത് ചൈനയെ ഒന്ന് വശത്താക്കിയിട്ട് അതിലൂടെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിനെ പൂർണ്ണമായിട്ടും ഓപ്പൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈനയെ വെച്ചിട്ട് ഇറാനിന് മേളിൽ സമ്മർദ്ദമിടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രവുമായിട്ടാണ് ട്രംപ് ചൈനയിലെത്തിയിരിക്കുന്നത്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. ട്രംപ് അത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇസ്രായേൽ ഗ്രീസിൽ, സൈപ്രസുമായിട്ട് ചേർന്ന് ഗ്രീസിൽ ഏതൻസിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്. ആ മീറ്റിങ്ങിൽ ഇന്ത്യയുടെ പേര് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ സംസാരിച്ചപ്പോൾ ഉടനീളം IMEC കോറിഡോറിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ മീഡിയ ഇതൊന്നും കാണില്ല. ഈ EMEC എന്ന് പറയുന്നത്, അതായത് ഈസ്റ്റ് മെഡ് ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ എന്ന് പറയുന്ന ഈ സംഗതി IMEC കോറിഡോറിൻ്റെ പ്രിപ്പറേഷനാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റാണ് എന്നെ ആ മീറ്റിംഗ് അല്ലെങ്കിൽ ആ സ്പീച്ച് കുത്തിയിരുന്ന് കേൾക്കാൻ പ്രേരിപ്പിച്ചത്. കാരണം ഈ ഒരു ലൈൻ അതിനകത്ത് വരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുകയാണ്, അതായത് IMEC കോറിഡോർ എന്തായാലും വരും, ഉറപ്പാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇസ്രായേൽ, സൈപ്രസ്, ഗ്രീസ്, ആ മൂന്നും ഒരുമിച്ച് നമ്മൾ അതിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം റെഡിയാക്കി വെക്കണം. മീൻസ് ട്രേഡ് റൂട്ട് പക്കായിരിക്കണം. കാരണം യൂറോപ്പാണ് ലക്ഷ്യം. കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ ഉള്ളിൽ ലേവിയത്താൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാസ് ഫീൽഡ് ഉണ്ട്. ആ ഗ്യാസ് ഫീൽഡിൽ നിന്നും ഗ്രീസിലേക്ക് പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയൊരു ഗ്യാസ് ഫീൽഡാണത്. ആ ഗ്യാസ് ഫീൽഡിൽ നിന്നും ഇസ്രായേൽ ഗ്രീസിലൂടെ യൂറോപ്പ് മാർക്കറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇനി സൈപ്രസും ഇസ്രായേലും ഗ്രീസും കൂടി ഈ യുദ്ധസമയത്തും അതിനെ എങ്ങനെ റവന്യൂ ആക്കി മാറ്റാം എന്നുള്ള തരത്തിൽ ചിന്തിച്ച് പണിയെടുക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ബ്രില്യൻറ്റ് ഐഡിയ ആണ്, വർക്കൗട്ട് ആകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അപ്പോൾ ഈ മീറ്റിംഗ്, അതായത് ട്രംപ് എങ്ങനെ യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ചൈനയുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ഇസ്രായേൽ ഗ്രീസുമായിട്ട് ചേർന്നിട്ട് എങ്ങനെ നമുക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ മറികടന്നുകൊണ്ട് അവിടുത്തെ വിഷയത്തിനെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് ഇറാന് മേളിൽ വീണ്ടും അഗ്രസീവായിട്ട് യുദ്ധം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം 90% യുറേനിയം എൻറിച്ച്മെന്റ് എന്നുള്ള ഭീഷണി ഇറാൻ മുഴക്കിയതോടുകൂടി ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. അതായത് എത്രയും വേഗം എൻറിച്ച്ഡ് യുറേനിയം കൈക്കലാക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആക്രമണം തുടരണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. പക്ഷേ ട്രംപിന്റെ ചൈന സന്ദർശനമാണ് വളരെ ക്രൂഷ്യലായിട്ട് ഇസ്രായേലിന് മുന്നിലുള്ള ഒരു തടസ്സം. അപ്പോൾ ഇറാന്റെ ഈ ആടി ഉലഞ്ഞ ഫ്രജൈൽ സീസ് ഫയർ റീജിയണൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൻകോം കഴിഞ്ഞ 4 ആഴ്ച കൊണ്ട് 67 ഷിപ്പുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ സേഫായിട്ട് കടത്തിവിട്ടിട്ടുണ്ട്. അമേരിക്കയുടെ F-35 ഫൈറ്റർ ജെറ്റ് ഇന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ പൂർണ്ണമായിട്ടും നിരീക്ഷണം നടത്തി എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. കഴിഞ്ഞ 40 ദിവസത്തെ യുദ്ധം നടന്ന സമയത്ത് ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ചീഫ് UAE സന്ദർശിച്ചിരുന്നു എന്നുള്ളൊരു വാർത്ത വാൾ സ്ട്രീറ്റ് ജേണൽ അടിച്ചിറക്കുന്നുണ്ട്. ഈ വാൾ സ്ട്രീറ്റ് ജേണൽ പക്കായിട്ട് UAEക്കെതിരെയുള്ള പ്രൊപ്പഗൻഡ അടിച്ചിറക്കുന്നുണ്ട് ഡെയിലി ബേസിസിൽ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് പറയാം. കാരണം സൗദിയാണ് ശരിക്കും ഈ 40 ദിവസം ഹിഡൻ ആയിട്ടുള്ള അറ്റാക്ക് ഇറാന് മേളിൽ നടത്തിയതെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും UAE ഒരു മെയിൻ വില്ലനായിട്ട് ചിത്രീകരിക്കണം. ആർക്ക്? സൗദി അറേബ്യയ്ക്ക്. ഇറാന്റെ ടാർഗറ്റ് ഫുള്ളായിട്ട് UAEക്ക് മേളിൽ തിരിച്ചു വിടണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UAE കൃത്യമായിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ ആക്രമണമൊന്നും നടത്തിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, UAE IRGCക്കും ഹെസ്ബുള്ളയ്ക്കും എതിരാണ്. ഇറാനെതിരാണെന്ന് UAE ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇറാഖിൽ നിന്നും എണ്ണ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിന് ഇറാൻ പെർമിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് പാകിസ്ഥാൻ്റെ ഓയിൽ ടാങ്കറുകൾ ഇറാൻ കടത്തിവിട്ട് കഴിഞ്ഞാൽ ഇറാഖ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ ഞങ്ങളുടെ വെസലുകളെ അയക്കില്ല. പാകിസ്ഥാൻ പ്രൈവറ്റ് വെസലുകൾ ബുക്ക് ചെയ്ത് അവർ വന്ന് എണ്ണ എടുത്തുകൊണ്ട് പോകണം. അതായത് ഇറാൻ ആക്രമണം നടത്തിയാൽ അത് അവർ സഹിച്ചോണം, അല്ലാതെ ഇറാഖ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിൻ്റെ ചൈന വിസിറ്റിന് തൊട്ട് മുമ്പ് ചൈനയ്ക്കെതിരെ കുറേ സാങ്ഷൻസ് ഏർപ്പാടാക്കിയിട്ടാണ് ട്രംപ് പോയിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, നെഗോസിയേഷനിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രംപിൻ്റെ സ്ഥിരം നമ്പറാണിത്. ചർച്ച നടത്തുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ട്രംപ് കുറച്ച് സാങ്ഷൻസ് അങ്ങ് പ്രഖ്യാപിക്കും. കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ സാങ്ഷൻസ് ഇളവ് വരുത്തിക്കൊണ്ട് അത് നേടിയെടുക്കാമല്ലോ. അങ്ങനെ ഒരു തന്ത്രമാണിത്. അമേരിക്ക പറയുന്നത് UKയുടെ അടുത്ത് നിങ്ങൾ എത്രയും വേഗം IRGCയെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള പ്രഷർ UKക്ക് മേളിൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇറാന്റെ പാർലമെന്റിലുള്ള ഒരു MP പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഒരുപക്ഷെ നമ്മളുടെ സദൻ സൈഡിലുള്ള ഇറാന്റെ ഐലൻഡുകൾ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ സെക്യൂരിറ്റി മെഷേഴ്സ് കുറച്ചുകൂടെ എൻഫോഴ്സ് ചെയ്യണമെന്നാണ് പുള്ളിക്കാരൻ്റെ ഉപദേശം. UAE ആണെന്നുണ്ടെങ്കിൽ 16 ഇൻഡിവിജ്വൽസ്, അതേപോലെ തന്നെ 6 സ്ഥാപനങ്ങൾ, ഹെസ്ബുള്ളയുമായിട്ട് ബന്ധമുള്ള 6 സ്ഥാപനങ്ങൾ 16 വ്യക്തികൾക്കുമെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അതായത് UAEയിൽ ഇരുന്നുകൊണ്ട് കച്ചവടം ചെയ്തുകൊണ്ട് അതേപോലെ ഇൻഡിവിജ്വലായിട്ടൊക്കെ ഹെസ്ബുള്ളയെ അനുകൂലിച്ച് അതുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്ന വ്യക്തികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. UAEയുടെ പ്രസിഡന്റ് സൗദി അറേബ്യയുമായിട്ടും അമേരിക്കയുമായിട്ടും ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്കമിങ് സിറ്റുവേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച നടത്തിയത്. ട്രംപ് ഇറാനുമായിട്ടുള്ള യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അമേരിക്കയുടെ ഇൻ്റലിജൻസ് പറയുന്നത് ഇറാൻ വീണ്ടും അവരുടെ മിസൈൽ സ്റ്റോക്ക് പൈൽസ് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. 40 ദിവസത്തെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു അവിടെ 40 ദിവസത്തെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇറാൻ്റെ ഒരു പൊസിഷൻ, ആ പൊസിഷനിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. മാൻ പവർ ലോസ് ചെയ്തത് മാത്രമാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു നഷ്ടം, ഇൻഫ്രാസ്ട്രക്ചർ ലോസും. അതിലുപരിയായിട്ട് മിസൈലെല്ലാം തന്നെ അവർ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. അമേരിക്കയുടെ CIA ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സൗദി അറേബ്യ ലോഞ്ച്ഡ് ടിറ്റ് ഫോർ ടാറ്റ് അറ്റാക്ക്. അതായത് ഈ 40 ദിവസവും സൗദി അറേബ്യയ്ക്ക് മേളിലും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. സൗദി അറേബ്യയുടെ എണ്ണപ്പാടങ്ങൾ, അറാംകോയുടെ ഓയിൽ റിഫൈനറി, ഇവിടെയൊക്കെ ഇറാനും ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അതിന് റിറ്റാലിയേറ്റ് ചെയ്യുന്നു എന്നുള്ള നിലയിൽ സൗദി അറേബ്യയാണ് റിറ്റാലിയേറ്ററി അറ്റാക്ക് ഇസ്രായേലിനോടൊപ്പം ചേർന്നും അമേരിക്കയോടൊപ്പം ചേർന്നും ഇറാൻ്റെ ഉള്ളിൽ നടത്തിയത് എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൗദി അറേബ്യ ആണോ UAE ആണോ എന്നുള്ള നിലയിലുള്ള കൺഫ്യൂഷനാണ്. സൗദി അറേബ്യ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യപ്പെട്ട UAE ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പല ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിലും നെറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് UAE പെടുത്താൻ വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയപ്പോൾ ഇത് സൗദി അറേബ്യക്കെതിരെ തന്നെ വാർത്തകൾ കൃത്യമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ആദ്യം മുതലേ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
ഒരു മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. പല മാധ്യമങ്ങളും UAE മേളിൽ തന്നെയാണ് വീണ്ടും വീണ്ടും ആക്രമണം നടത്തി, ലവാൻ ഐലൻഡ് അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊപ്പഗണ്ട ന്യൂസുകൾ ഇങ്ങനെ അടിച്ചിറക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പം വാർത്തകളൊക്കെ ഓരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയാണ് ടിറ്റ് ഫോർ ടാറ്റ് മെത്തേഡിൽ അറ്റാക്ക് നടത്തിയത് എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനും ഒമാനും തമ്മിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ അവകാശത്തെ ചൊല്ലി, അവരുടെ റൈറ്റിനെ ചൊല്ലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പല വിഷയങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ പിരിക്കുന്ന പൈസയുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണോ, അല്ലാന്നുണ്ടെങ്കിൽ പൈസ പിരിക്കേണ്ട എന്ന് ഒമാൻ പറഞ്ഞതായിട്ട് വാർത്തകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാൻ്റെ പ്ലാൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒമാനുമായിട്ട് ഇറാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ വളരെ നിർണായകമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.